വികസിത ഭാരതത്തിലേക്ക് കുതിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മാസ്റ്റർ പ്ലാൻ ബഡ്ജറ്റിലും പ്രതിഫലിച്ചു. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ബഡ്ജറ്റ് അവതരണത്തിന് പിന്നാലെ തന്നെ, അതായത് 4 മണിക്കൂറിനുള്ളിൽ തന്നെ പഞ്ചാബിലെ ആ ഗ്രാമത്തിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുന്നത്. പഞ്ചാബിലെ ജലന്ധറിലെ ആധംപൂർ വിമാനത്താവളത്തിൽ അദ്ദേഹം പറന്നിറങ്ങുകയും ചെയ്തു. തുടർന്നാകട്ടെ മോദി വിമാനത്താവളത്തിൽ ഇറങ്ങിയതിനു ശേഷം ആധംപൂർ വിമാനത്താവളത്തിന് രവിദാസിയ സമൂഹത്തിന്റെ രക്ഷാധികാരിയുമായ ഗുരു രവിദാസിന്റെ പേര് നൽകുകയാണ് ചെയ്തത്. പഞ്ചാബിലെ ബല്ലാർ ഗ്രാമത്തിലേക്കായിരുന്നു പിന്നീട് പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ തുടർ യാത്ര നടത്തിയത്. വിമാനത്താവളത്തിന് പേരിട്ടതിന് പുറമെ തന്നെ ജലന്ധറിനടുത്തുള്ള ബല്ലാർ ഗ്രാമത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകട്ടെ അവിടെ ധേര സച്ഗന്ധ് സന്ദർശിക്കുകയും ചെയ്തു. അവിടെ പ്രസംഗിച്ചപ്പോഴും ഗുരു രവിദാസിയയുടെ അദ്ദേഹത്തിൽ നിന്നും ഉൾക്കൊണ്ട പ്രചോദനങ്ങളെക്കുറിച്ചും അദ്ദേഹം എടുത്തു പറയുകയും ചെയ്തു. അതായത് അദ്ദേഹത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് 2047 കൂടി തന്നെ വികസിത ഭാരതം എന്ന ആശയം രൂപപ്പെടുത്തുന്നു എന്നതിനെപ്പറ്റി പ്രധാനമന്ത്രി ഇവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നത്. അതിനാൽ തന്നെ ഈ ഒരു സന്ദർശനം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഈ ഒരു വരവ് അവിടെ വലിയ രീതിയിലുള്ള കോളിളക്കം അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു അടിത്തറ പാകുന്നതിൻ്റെ ഭാഗമാണ് എന്നതാണ് കണക്കാക്കപ്പെടുന്നത്. അതേപോലെ തന്നെ റിപ്പബ്ലിക് ഭാരതത്തിന് തലേ ദിവസം പത്മ അവാർഡുകൾ പ്രഖ്യാപിച്ചപ്പോൾ തന്നെ ധേരെ സ്വച്ഛഗന്ധ് മേധാവി നന്ദ് നിരഞ്ജൻ ദാസിനും പത്മശ്രീ ലഭിച്ചിരുന്നു. ഈ പ്രഖ്യാപനത്തിന് ദിവസങ്ങൾക്ക് ശേഷമാണ് പ്രധാനമന്ത്രി ആകട്ടെ പഞ്ചാബിലെ ബെല്ലാനിലെ ആ ഒരു സ്ഥലം സന്ദർശിക്കാൻ എത്തുന്നത് എന്നതൊരു വലിയ പ്രത്യേകതയായി തന്നെ കണക്കാക്കപ്പെടുന്നുണ്ട്. ഗുരു രവിദാസിന്റെ പേരിൽ തന്നെ തുടങ്ങിയ ആ ധനമന്ത്രിയുടെ ബഡ്ജറ്റ് അവതരണത്തിന് തൊട്ടു പിന്നാലെയാണ് അദ്ദേഹം ഇത്തരത്തിൽ പഞ്ചാബിലേക്ക് നേരിട്ടെത്തുകയും അവിടുത്തെ രാഷ്ട്രീയം കാണുന്നവരെ തന്നെ അദ്ദേഹം അവിടെ സന്ദർശിക്കുകയും ചെയ്തിരിക്കുന്നത്. 2027 നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന പഞ്ചാബിൽ ആ ഒരു നിലം അതിൻ്റെ അടിത്തറ കൂടുതലായി തന്നെ BJPക്ക് ഒരു അടിത്തറ കൂടുതൽ പാകുന്നതിനായി തന്നെയാണ് അദ്ദേഹം അവിടെ എത്തിയത്. അതിൻ്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തിയതും അതിൻ്റെ ഭാഗമായി തന്നെയാണ് എന്നതും കണക്കാക്കപ്പെടുന്നുണ്ട്. അതായത് പഞ്ചാബിൽ BJPക്ക് വലിയൊരു അടിത്തറ പാകിക്കൊണ്ട് അവിടെ തിരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ട് വിജയം തൻ്റെ കൈപ്പിടിയിൽ ഒതുക്കാൻ വേണ്ടിയാണ് പ്രധാനമന്ത്രി അവിടേക്ക് എത്തിയതും. പഞ്ചാബിലെ ദളിത് വിഭാഗമാണ് രവിദാസിയകൾ. ഇവരുടെ ആചാര്യനാണ് 15ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന കവിയും തത്വജ്ഞാനിയുമായ അതിലുപരി തന്നെ സന്യാസിയുമായ ഗുരു രവിദാസ്. അതേസമയം ബഡ്ജറ്റ് അവതരണ ദിനമായ ഞായറാഴ്ചയായിരുന്നു, അതായത് ഫെബ്രുവരി 1-ാം തീയതിയായിരുന്നു ഗുരു രവിദാസിന്റെ ജന്മദിനം ആഘോഷിക്കുന്നത്. കേന്ദ്ര ബഡ്ജറ്റ് അവതരണ വേളയിൽ പോലും ധനമന്ത്രി നിർമ്മല സീതാരാമൻ ആകട്ടെ തന്റെ പ്രസംഗത്തിന്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞത് 2026-27 സാമ്പത്തിക വർഷത്തെ ബഡ്ജറ്റ് മഹാപൗർണമിയിലും ഗുരു രവിദാസിന്റെ ജന്മദിനത്തിന്റെ അതിനോടനുബന്ധിച്ചുള്ള പുണ്യദിനത്തിലാണ് ഇത് അവതരിപ്പിക്കുന്നത് എന്നതായിരുന്നു. ഈ ബഡ്ജറ്റ് അവതരിപ്പിച്ചത് കേവലം 4 മണിക്കൂറിനകത്ത് തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകട്ടെ പഞ്ചാബിലേക്ക് എത്തുകയും ചെയ്തു. അവിടുത്തെ ആ ഒരു വിമാനത്താവളത്തിന്റെ പേര് മാറ്റുകയുമാണ് ചെയ്തത്. അതേസമയം ബഡ്ജറ്റ് അവതരിപ്പിച്ചതിന് പിന്നാലെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതിനോട് പ്രതികരിച്ചത് ഇങ്ങനെയാണ്. ഇന്ത്യയെ ഉടൻ തന്നെ ലോകത്തെ 3ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയാക്കും എന്നത് അദ്ദേഹം എടുത്തു പറയുകയാണ് ചെയ്തത്. ഇന്ത്യ ഓരോ ദിവസവും വളരുകയാണ്. വലിയ വ്യവസ്ഥ അതായത് വലിയൊരു വ്യവസായ കരാറുകളിൽ രാജ്യം ഒപ്പിടുന്നു. അതിൻ്റെ പ്രയോജനം ലഭിക്കുന്നത് രാജ്യത്തെ യുവാക്കൾക്കും അതേപോലെ തന്നെ മധ്യവർഗ അവിടുത്തെ കുടുംബങ്ങൾക്കുമാണ് എന്ന് പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞിരുന്നു. അടിസ്ഥാന സൗകര്യ വികസനത്തിനായി തന്നെ അതിവേഗ റെയിൽപാത അടക്കം നിരവധി പദ്ധതികൾ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 140 കോടി ഇന്ത്യക്കാരുടെ സ്വപ്നങ്ങളെയാണ് ബഡ്ജറ്റ് ഇതിൽ പ്രതിഫലിക്കുന്നതെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. വികസിത ഭാരതത്തിനായുള്ള ആ ഒരു റോഡ് മാപ്പ് അത് ശക്തിപ്പെടുത്തുന്നതിൻ്റെ നടപടികളാണ് ഇപ്പോൾ ബഡ്ജറ്റിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതിൽ വലിയ രീതിയിലുള്ള ഒരു അവസരങ്ങളുടെ പാതയായി തന്നെ കണക്കാക്കുന്നു. അവർ വർത്തമാനകാലത്തെ സ്വപ്നങ്ങൾക്ക് ജീവൻ നൽകുകയും രാജ്യത്തിൻ്റെ ഉജ്ജ്വലമായ ഭാവിക്ക് കരുത്തുറ്റ അടിത്തറ പാവുകയുമാണ് ചെയ്തിരിക്കുന്നത്. 2047 കൂടി തന്നെ വികസിത ഇന്ത്യ എന്ന വലിയൊരു ലക്ഷ്യത്തിലേക്കുള്ള ശക്തമായ അടിത്തറ തന്നെയാണ് ഇപ്പോൾ ഇവിടെ ഈ ഒരു ബഡ്ജറ്റിലും എടുത്തു കാണിക്കുന്നത് എന്നതാണ് പ്രധാനമന്ത്രി അദ്ദേഹം ഇതിനോടായി തന്നെ പ്രതികരിച്ചിരിക്കുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.